മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയത് എന്നുള്ളത് നാം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ പോലും ആ അനുഗ്രഹങ്ങളെ കുറിച്ച്, അതിന്റെ അളവിനെ കുറിച്ച്, എണ്ണത്തെ കുറിച്ച് നിങ്ങൾക്ക് തിട്ടപ്പെടുത്തുവാൻ യാതൊരു നിലക്കും സാധ്യമല്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തു നഹ്ലിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ എത്രമാത്രം മനുഷ്യ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നത് ലാ തുഹ്സുഹാ, നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. അത്രമാത്രം അനുഗ്രഹങ്ങളുടെ കലവറയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുള്ളത്. നമ്മൾ കുടിക്കുന്ന വെള്ളവും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും, നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടും, നമ്മുടെ കുടുംബവും, മക്കളും, ജോലിയും, സമ്പത്തും, അങ്ങനെ തുടങ്ങി എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന, നന്ദി കാണിക്കുന്ന യഥാർത്ഥ ഒരു അടിമയായിട്ടാണ് ഒരു വിശ്വാസി മാറേണ്ടത് എന്നുള്ളത് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഏറെയാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. എണ്ണിയാൽ ആ അനുഗ്രഹങ്ങൾ തീരില്ല എന്നത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി, അല്ലേ? അങ്ങനെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകിയതുപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറ്റൊന്നാണ് പരീക്ഷണം എന്നുള്ളത്. ഏതു നിലക്കും മനുഷ്യന്റെ ജീവിതത്തെ, ഈ ദുനിയാവിലെ ജീവിതത്തെ റബ്ബ് ഏതു നിലക്കും പരീക്ഷിക്കപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് സമ്പത്ത് കൊണ്ടാണെങ്കിലും, കുടുംബം കൊണ്ടാണെങ്കിലും, മറ്റേതു മേഖലകളിലൂടെയും, രോഗം കൊണ്ടും, അതേപോലെ തന്നെ തന്റെ ജീവിതത്തിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് റബ്ബ് നമ്മുടെ ജീവിതത്തെ പരീക്ഷിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പഠിക്കുവാൻ പോകുന്നത്, മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ ഒരു പരീക്ഷണമുണ്ട്. ഏറ്റവും ഗൗരവത്തോടെ, പ്രാധാന്യത്തോടുകൂടെ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട, ഗൗരവത്തോടുകൂടെ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ കാണേണ്ട ഒരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണം എന്ന് പറയുന്നത് അവന്റെ മനസ്സിനെയാണ് ബാധിക്കുന്നത്. അവന്റെ മനസ്സിനെയാണ് ആ പരീക്ഷണം പിടിപെടുന്നത്. എന്താണ് ആ പരീക്ഷണം? പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു. മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയാണ് ആ പരീക്ഷണം. ആ പരീക്ഷണം എന്നുള്ളത് അവന്റെ മനസ്സിൽ അവന് വേണ്ടാത്ത മോഹങ്ങൾ നൽകുക എന്നുള്ളതാണ് ആ പരീക്ഷണം. ഈ ദുനിയാവിൽ തനിക്കിനിയും ഏറെക്കാലം ജീവിക്കുവാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ മനസ്സിന് നൽകുക എന്നത്, തനിക്ക് ഇനിയും ഈ ദുനിയാവിൽ ഒരുപാട് ആയുസ്സുണ്ട്, തന്റെ ഈ ദുനിയാവിൽ തനിക്ക് രോഗങ്ങളൊന്നും പിടിപെട്ടിട്ടില്ല, അതേപോലെ തന്നെ തന്റെ മരണം വന്നെത്തിയിട്ടില്ല, ഈ ദുനിയാവിൽ തന്റെ ആഗ്രഹങ്ങൾ ഓരോന്നും സാധിച്ചുകൊണ്ടേയിരിക്കും, തന്റെ ജീവിതത്തിൽ ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിട്ട് തനിക്ക് ഇനിയും ഏറെ കാലം ജീവിക്കുവാൻ കഴിയും. ഇത് മനുഷ്യന്റെ മനസ്സിൽ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു പരീക്ഷണ ഘട്ടമാണെന്നത് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ചിന്ത അവന്റെ മനസ്സിനെ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ, തന്റെ ജീവിതം ഇനിയും സുദീർഘമാണ് എന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിനെ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ പരലോകത്തെയാണ് അത് നഷ്ടപ്പെടുത്തി കളയുന്നത്. തീർച്ചയാണ് അവന്റെ പരലോകത്തെയാണത് നഷ്ടപ്പെടുത്തി കളയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ദുനിയാവിൽ നിന്ന് ഏതു സമയവും വിട പറഞ്ഞു പോവേണ്ടവനാണ് എന്ന ചിന്തയോടുകൂടെയാണ് അവൻ ജീവിക്കേണ്ടത്. ഏതു സമയവും
തന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരുമെന്ന ചിന്തയോടെ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തത്തിലും ഉറക്കത്തിലും ഏതു സന്ദർഭത്തിലും തന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരുമെന്ന ചിന്തയോടുകൂടെയാണ് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്നാൽ ആ ചിന്ത മനസ്സിൽ വരാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇല്ല, എനിക്ക് മരണം വരാനായിട്ടില്ല, എനിക്കിനിയും ധാരാളം ആയുസ്സുണ്ട്, എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള ചിന്തയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പിടിപെടുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അവന്റെ ഈമാനിൽ, അവന്റെ കർമ്മങ്ങളിൽ, അവന്റെ നന്മകളിൽ അവന് പിടിപെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവനുണ്ട് എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവൻ ഇബാദത്തുകളിൽ അശ്രദ്ധരായിരിക്കും എന്നുള്ളത്. മരണത്തെ കുറിച്ചുള്ള ചിന്തയില്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇബാദത്ത് ചെയ്യുന്നിടത്ത് വലിയ അശ്രദ്ധ അവനെ പിടിപെടും. നമുക്ക് പലപ്പോഴും ദുനിയാവിന്റെ പല ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരുമ്പോ നന്മകൾ ചെയ്യുന്നിടത്ത്, ഇബാദത്തുകൾ ചെയ്യുന്നിടത്ത് നമ്മളെ പുറകോട്ട് വലിക്ക് നമ്മൾ കാണാറുണ്ട്, അല്ലേ? നമ്മുടെ പീടികയിൽ നമുക്കൊരു കച്ചവടമാണെങ്കിൽ ആ കച്ചവടത്തിൽ നമുക്ക് വലിയൊരു തിരക്കനുഭവപ്പെടുകയാണ്. ആ സമയം ഏതെങ്കിലും ഒരു ജമാഅത്തിന്റെ സമയമാവുകയാണെങ്കിൽ ഈ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയാണത്, അല്ലേ? നമസ്കാരത്തിന് ഇനിയും സമയമുണ്ട്, ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്, നല്ല രൂപത്തിൽ കച്ചവടം നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല എന്നൊരു ചിന്ത, അതാ ഇബാദത്തുകളിൽ അശ്രദ്ധ അവന്റെ മനസ്സിൽ വല്ലാതെ പിടിപെടുമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നന്മകൾ ചെയ്യുന്നിടത്ത് അവൻ മടി കാണിക്കുന്നവനായി മാറും. നന്മകൾ ചെയ്യുന്നിടത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് അവന് മടി പിടിപെടും. തന്റെ ജീവിതത്തിൽ സ്ഥിരമായി ചെയ്തു വരുന്ന നന്മകൾ ഉണ്ടെങ്കിൽ അവന് ദുനിയാവിനോടുള്ള ഇഷ്ടങ്ങൾ മൂക്കുന്നതിടത്തോളം, ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങൾ അധികരിക്കുന്നതോടൊപ്പം അവന്റെ ജീവിതത്തിൽ അവൻ നന്മകൾ ചെയ്യുന്നിടത്ത് അശ്രദ്ധ മാത്രമല്ല മടിയും അവനെ പിടികൂടുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ നിർബന്ധ കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് അവന് പേടിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. ദുനിയാവിനോടുള്ള ഇഷ്ടം അധികരിച്ചാൽ അവൻ നിർബന്ധ കർമ്മങ്ങൾ, അത് നമസ്കാരമാവട്ടെ, സകാത്ത് ആവട്ടെ, ഏത് കർമ്മമാണെങ്കിലും അവന് ബോധ്യപ്പെട്ടാൽ പോലും അത് നിർവഹിക്കാതിരുന്നാൽ അവന്റെ മനസ്സിൽ വലിയ പേടിയൊന്നും തോന്നാത്ത ഒരു സാഹചര്യം അവന് വരും, അല്ലേ? ഒരു ഉദാഹരണം പറയാം. ബിരിയാണിക്ക് മുകളിൽ പാന്റ് ധരിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ നിർബന്ധമായ കർമ്മമാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? ഇരിക്കുന്ന നമ്മളിൽ എത്ര ആളുകൾ അത് ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കാറുണ്ട്, അതെത്ര ഗൗരവത്തോടുകൂടി നമ്മൾ പാലിക്കാറുണ്ട്? നമ്മളൊരു പള്ളിയിലേക്ക് കയറി വരുമ്പോൾ മാത്രം തന്റെ വസ്ത്രം, തന്റെ പേര് നിര്യാണിക്ക് മുകളിൽ മടക്കിയെടുത്ത്, ആരോ കാണുമെന്ന് വിചാരിച്ച് റബ്ബിനെ പറ്റിക്കുവാനുള്ള രൂപത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കയറി വരുന്നു. കല്യാണത്തിന് നമ്മൾ പോകുന്നുണ്ട്, കോളേജിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, ജോലി സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. മറ്റെവിടെയൊക്കെ പോകുമ്പോഴും ആ വസ്ത്രത്തിന്റെ അവസ്ഥ എത്ര മാത്രമുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പുരുഷന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെയാവുന്ന ഒരു വിഷയമാണെങ്കിൽ സ്ത്രീയുടേത് ഔറത്ത് ഒഴിവാകുന്ന വിഷയമാണ്. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ പറയാണ്, ദുനിയാവിനോടുള്ള ഇഷ്ടം കൂടുമ്പോ, മരണത്തെ കുറിച്ചുള്ള ചിന്ത അവന്റെ മനസ്സിലില്ലാതെ വരുന്ന ഒരു സാഹചര്യങ്ങളിൽ, അതാ നിർബന്ധമായ കർമ്മങ്ങൾ പോലും ചെയ്യുന്നിടത്തവർക്ക് യാതൊരു പേടിയുമില്ലാത്ത സാഹചര്യം അവരുടെ ജീവിതത്തിലൂടെ കടന്നു വരികയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാ വിഭാഗം ആളുകൾ? യഹൂദരായ ആളുകളാണ്. എന്താ അവരുടെ പ്രത്യേകത? യഹൂദരായ ആളുകളുടെ ജീവിതത്തിലെ പ്രത്യേകത എന്താണ്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലതുജിദന്നഹും അഹ്റസന്നാസി അലൽ ഹയാത്ത്. ആ മനുഷ്യരായ ആളുകളുണ്ടല്ലോ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജീവിതത്തോട് ആർത്തിയുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നവരാണ് അവര്. ജീവിതത്തോട്, ദുനിയാവിനോട് വല്ലാത്ത ആർത്തിയുള്ളവരായി മാറിക്കൊണ്ടിരിക്കും. എന്നിട്ടെന്താ പറയാണ്? വമിനല്ലദീന അശ്റകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മുശ്രിക്കീങ്ങളിലും അത്തരം ആളുകളുണ്ട്. മുശ്രിക്കീങ്ങളിലും അത്തരം ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താ അവരുടെ ജീവിതത്തിൽ അവർക്ക് പറ്റിയ പരാജയം എന്താണ്? അവരുടെ ജീവിതത്തിൽ അവർക്ക് പറ്റിയ നഷ്ടം എന്താണ്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്,
അവരിൽ ഓരോരുത്തരും വിചാരിക്കുന്നത്, അവരുടെ മനസ്സിൽ അവർ കൊതിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു കാര്യത്തിനാണെന്ന് അറിയുമോ? അൽഫസന, 1000 വർഷം കൊല്ലമെങ്കിലും തന്റെ ആയുസ് നീട്ടി കിട്ടിയിരുന്നുവെങ്കിൽ എന്നുള്ളതാണ് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം എന്നത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. യഹൂദരായ അതേപോലെ തന്നെ മുശ്രിക്കീങ്ങളായ ആളുകൾ അവരുടെ ജീവിതം പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വമാ ഹുവ ബിമുസ്ഹസിഹി മിനൽ അദാബി അൻ യുഅമ്മറ. ഒരാൾക്ക് ആയുസ് നീട്ടി കിട്ടുക എന്ന് പറയുന്നത്, ദീർഘായുസ് ലഭിക്കുക എന്ന് പറയുന്നത് ദൈവശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്ന കാര്യമെന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആയുസ് നീട്ടുക എന്ന് പറയുന്നത് തമ്പുരാന്റെ പരലോകത്തെ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടുന്ന കാര്യമാണെന്നത് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു പറയാണ്, വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. നമ്മൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്, അറിയുന്നവനാണ് ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് സഹോദരന്മാരെ, ദുനിയാവിനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്, മരണത്തെ കുറിച്ചുള്ള ഓർമ്മയില്ല എന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ പരാജയമാണ് സംഭവിക്കുന്നത്. അവന്റെ പരലോകത്തെയാണ് അത് നഷ്ടപ്പെടുത്തി കളയുന്നത്. അവന്റെ ജീവിതത്തിൽ വലിയ വലിയ പരാജയങ്ങൾ പരലോകത്തേക്ക് അവൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ധാരാളം കാലഘട്ടം ജീവിക്കുക എന്നുള്ളതല്ല, എത്ര വർഷമാണ് അല്ലാഹുവിന്റെ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്, എത്ര സെക്കൻഡുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നത്. ആ സെക്കൻഡുകൾ എന്തുകൊണ്ട് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി എന്നിടത്താണ് ജീവിതത്തിന്റെ വിജയം ലഭിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യസാലു ഖൽബുൽ ഖബീർ ശാബുൻ ഫീ ഇസ്നതൈൻ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രായമാകുന്ന സമയത്തിനനുസരിച്ച് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രായമാകാത്ത, അവന്റെ ജീവിതത്തിലെ പ്രായമാവാത്ത യൗവനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. മനുഷ്യന് വയസ്സ് കൂടുകയാണ്. ഒരു കൊല്ലം കഴിഞ്ഞു, ഒരു വയസ്സ് കൂടി, അല്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും മനുഷ്യന്റെ ജീവിതത്തിൽ അവന് വയസ്സ് കൂടുന്ന സമയത്ത് പോലും യൗവനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട്, എന്താ റസൂൽ അത്? മനുഷ്യന് പ്രായമായിട്ടും അവന്റെ ജീവിതത്തിൽ പ്രായമാവാതെ നിൽക്കുന്ന 2 കാര്യങ്ങൾ ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ഒന്ന്, ഹുബ്ബുദ് ദുനിയ, ദുനിയാവിനോടുള്ള ഇഷ്ടം. ദുനിയാവിനോടുള്ള ഇഷ്ടം അവന്റെ മനസ്സിൽ പ്രായമാവാതെ, നമുക്ക് പ്രായം അധികമാകുമ്പോഴും നമ്മുടെ മനസ്സിന് ദുനിയാവിനോടുള്ള ഇഷ്ടം കൂടാറില്ലേ? പ്രായമാകുന്ന ആളുകളോട് ചോദിച്ചാൽ മതി, മരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോ മനസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്ന്, അല്ലേ, ദുനിയാവിൽ നിന്ന് ഞാൻ മരണപ്പെട്ടു പോവുകയാണല്ലോ, എന്റെ മക്കൾ, എന്റെ കുടുംബത്തെ, എന്റെ ജോലി, എന്റെ സമ്പത്തിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ മരണത്തിന് കീഴ്പ്പെടാൻ പോകുകയാണോ എന്നൊരു പേടി മനസ്സിന്റെ ഉള്ളിലുണ്ടാവാം. റസൂൽ പറയാൻ, പ്രായമാകുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ പ്രായമാകാതെ കിടക്കുന്ന ഒരു കാര്യം ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്. സഹാബ ചോദിച്ചു, റസൂലേ, രണ്ടാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂലേ, രണ്ടാമത്തെ കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതൂലുൽ അമൽ, വതൂലുൽ അമൽ, ദുനിയാവിൽ ഏറെക്കാലം ജീവിക്കണമെന്ന പ്രതീക്ഷയാണ് അവന്റെ രണ്ടാമത്തെ കാര്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവിൽ ഒരുപാട് കാലഘട്ടം ജീവിക്കണമെന്ന ആഗ്രഹം. ആരുടെ ആഗ്രഹമില്ലാത്തത്? നമുക്കൊക്കെയുള്ള ആഗ്രഹമല്ലേ ഈ ദുനിയാവിൽ ഇനിയും ഒരുപാട് കാലം ജീവിക്കണമെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഒരു അസുഖം വരുമ്പോൾ പോലും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാത്തത്. നമ്മളെത്ര ആളുകൾ അസുഖം കടന്നു വരുമ്പോ, അതല്ലെങ്കിൽ ഒരാളുടെ മരണ വാർത്ത കേൾക്കുമ്പോ, ഒരാളുടെ അസുഖം കേൾക്കുമ്പോ, അല്ലേ, മനസ്സിനെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്, അല്ലേ? നമുക്കൊരു അസുഖം വരുമ്പോ അൽഹംദുലില്ലാഹ് നമ്മൾ പറയാറുണ്ടോ? ഇല്ല. എന്താ പറയാറുള്ളത്? അങ്ങനെ പ്രാർത്ഥിക്കണ്ട എന്നല്ല പറഞ്ഞത്. നമ്മുടെ മനസ്സിന് ഈ ദുനിയാവിൽ നിന്ന് താൻ വിട്ടുപോകുമോ എന്നൊരു പേടി നമ്മുടെ ഏറ്റവും മനസ്സിന് പിടിപെട്ടിട്ടുണ്ട്.
സഹോദരന്മാരെ, ഈ ദുനിയാവ് നമുക്കൊന്നും നൽകുന്നില്ല. ഈ ദുനിയാവിലെ ചിന്തകളും ഇഷ്ടങ്ങളും ഈ ദുനിയാവിലെ ആഗ്രഹങ്ങളും വെറും നൈമിഷികമാണ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് ബോധ്യമായിട്ട് പോലും ആ ദുനിയാവിന് പുറകിൽ നമ്മൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. അല്ലേ? വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം ഏറ്റവും മഹനീയമായ ഒരു ദിവസമാണല്ലോ. അല്ലേ? ഇതിലൊരു സമയത്താണ്, ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയത്താണല്ലോ നമ്മൾ ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലേ? ഈ നമസ്കാരം കഴിഞ്ഞാൽ എത്ര ആളുകൾ പ്രാർത്ഥന ചൊല്ലി സുന്നത്ത് നമസ്കരിച്ച് എഴുന്നേറ്റ് പോവാറുണ്ട്. എന്നാൽ കൂടുതൽ ആളുകളും ഇസ്ലാം വീട്ടി കഴിഞ്ഞാൽ ഉടൻ എഴുന്നേറ്റ് ദുനിയാവിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മനസ്സിനെ ബാധിക്കുന്ന ഈ രോഗം എന്ന് പറയുന്നത്, ഈ പരീക്ഷണം എന്ന് പറയുന്നത്, ഇത് പിശാചിന്റെ വഞ്ചനയാണ്. പിശാചിന്റെ വഞ്ചനയാണ്. വിശുദ്ധ ഖുർആൻ പിശാചിന്റെ വഞ്ചനയെ കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം 120-ാമത്തെ ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യഅിദുഹും വയുമന്നീഹും, പിശാച് മനുഷ്യർക്ക് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും, അവന്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വയുമന്നീഹും, അവന് വേണ്ടാത്ത സ്വപ്നങ്ങൾ അവന്റെ മനസ്സിൽ ഇങ്ങനെ ഓരോന്നായി വിഷാദിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് പ്രായമായിട്ടില്ല, നിനക്ക് ചെറുപ്പമായിട്ടേ ഉള്ളൂ, അസുഖങ്ങൾ വന്നിട്ടില്ല, നീ എന്തിനാ ഇത്രയും ചെറുപ്പത്തിൽ രോമങ്ങൾ നീട്ടി വളർത്തി നിര്യാണിക്കുമ്പോൾ പേണ്ടി ധരിച്ച്? ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കാറില്ലേ, ബാങ്ക് കൊടുത്തതല്ലേ ഉള്ളൂ, നീ എന്തിനാ പെട്ടെന്ന് നേരത്തെ തന്നെ പള്ളിയിൽ എത്തുന്നത്? പലരും നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അത് പിശാചിന്റെ തന്ത്രമാണ്, പിശാചിന്റെ വഞ്ചന മാത്രമാണെന്നത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു പറയുന്നു, വമാ യഅിദുഹും ശൈത്താനു ഇല്ലാ ഗുറൂർ, പിശാച് വഞ്ചന മാത്രമാണ് അവർക്ക് വാഗ്ദാനമായി കൊണ്ട് നൽകുന്നത്. മനുഷ്യന് പിശാച് വഞ്ചന മാത്രമാണ് വാഗ്ദാനമായി കൊണ്ട് നൽകുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചരിത്രം ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. ആരാ സഹോദരന്മാരെ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആരാ സഹോദരന്മാരെ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്ലാമിക ചരിത്രത്തിൽ എക്കാലഘട്ടത്തിലും മനുഷ്യ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു ചരിത്രമാണല്ലോ ആദം നബിയുടെ. അല്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാവിയെയും സുബ്രതത്തിൽ നിന്ന് പുറത്താക്കുവാൻ കാരണം പിശാചിന്റെ തന്ത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഫവസ്വസ ഇലൈഹി ശൈത്താൻ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് പിശാച് കടന്നു ചെല്ലുന്ന ഒരു രംഗത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താൻ, ദുർബോധനവുമായി പിശാച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, കാലയാ ആദം, കാലയാ ആദം ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദ്, ആദമേ, ഈ വൃക്ഷത്തിൽ നിന്നുള്ള ആ പഴം നീ കഴിച്ചു കഴിഞ്ഞാലേ, എന്നിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാൻ, നിനക്ക് ശാശ്വതവും നശിച്ചു പോകാത്തതുമായ ഞാൻ അറിയിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഇഷ്ടനാവുന്ന പിശാചിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പറയുന്നു, ഒരിക്കലും അവസാനിക്കാത്ത അധികാരം നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? ഞാൻ കൂടുതലായി ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. എത്രമാത്രം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ആ പിശാച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയത് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണം അത് ദുനിയാവാണ്. ആ ദുനിയാവിലുള്ള ഇഷ്ടങ്ങളാണ്, ആ ദുനിയാവിലുള്ള മോഹങ്ങളാണ്. ഈ ദുനിയാവിൽ നിന്നും താൻ വിടവാങ്ങാനായിട്ടില്ല എന്ന പ്രതീക്ഷ മനുഷ്യന് നൽകലാണ്. അല്ല, മരണ വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം പോലും, ഇന്നലെ പോലും കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ തെക്കാട് സ്വദേശി, ഒരു ആരോഗ്യ പ്രശ്നവുമില്ലാത്ത ഒരു സഹോദരൻ പെട്ടെന്നൊരു ഹൃദയഘാതം മൂലം മരണപ്പെട്ടു. കുടുംബത്തിനും നാട്ടുകാർക്കും ഒന്നും വിശ്വസിക്കാനാവാത്ത രീതിയിൽ അടച്ചിടമ്പുരാന്റെ അചഞ്ചലമായ തീരുമാനത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. ഭയമേതമില്ലാതെ മനുഷ്യൻ മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദുനിയാവ് അത് വഞ്ചിക്കപ്പെടുന്നതാണ്. അതിലാകൃഷ്ടരാവാതെ നമ്മുടെ മരണത്തെ പ്രതീക്ഷിച്ച് നാളേക്ക് വേണ്ടി ജീവിതത്തെ ഒരുക്കുക,
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി ജീവിതത്തിന്റെ ഓരോ നിലമണ്ഡലങ്ങളിലും സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ക്രമീകരിച്ചുകൊണ്ടും ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. മനുഷ്യൻ ബാധിക്കുന്ന അവന്റെ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളിലെ ഏറ്റവും വലിയ ഒരു പരീക്ഷണത്തെ സംബന്ധിച്ചാണ് ഒന്നാമത്തെ ഖുതുബയിലൂടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അഥവാ ഈ ദുനിയാവിനോടുള്ള ഇഷ്ടവും സ്നേഹവും അതിയായി മരണത്തെക്കുറിച്ച് മറന്നുപോകുന്ന ഒരു സാഹചര്യം, അത് മനുഷ്യന്റെ ജീവിതത്തെ, അവന്റെ പരലോകത്തെയാണ് അത് നഷ്ടപ്പെടുത്തി കളയുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കാറുണ്ട് ഒന്ന് മാറണം, 2026 നമ്മൾ കഴിഞ്ഞൊരു ദിവസം നമ്മൾ പ്രവേശിച്ചു. പലരുടെയും ഒക്കെ സ്റ്റാറ്റസ് കാണാനിടയായി. പുതിയൊരു വർഷം തുടങ്ങുകയാണ്. ഇനി ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. പഴയതിൽ നിന്നുമൊക്കെ ഒരു തിന്മകളിൽ നിന്നുമെല്ലാം ഒന്ന് മുക്തനായി ഒരു പുതിയ ജീവിതം അത് തുടങ്ങണമെന്നത് പലരുമൊക്കെ സ്റ്റാറ്റസ് വെക്കുന്നു. യഥാർത്ഥത്തിൽ ആ വാക്കുകളും എഴുത്തുകളും ഒക്കെ സ്റ്റാറ്റസുകളായി മാത്രം നിലകൊള്ളുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സലഫ് സാലിഹ്യങ്ങൾ പറയുന്ന ഒരു വാചകമുണ്ട്, ഇയ്യാകും വതസ്ഫിയ. നാളെ നന്നാവാം, നാളെ ആവട്ടെ ഒരു മാറ്റം എന്നത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മനുഷ്യന്റെ ആഗ്രഹങ്ങളും മനുഷ്യന്റെ ഇഷ്ടങ്ങളും അത് അവസാനിക്കില്ല. അതുകൊണ്ട് നാളെ ആവട്ടെ എന്നൊരു വർത്തമാനം നിങ്ങൾ പറയരുത്. നന്നാവാനുള്ള അവസരവും സാഹചര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ സമയം ആ ഒരു തീരുമാനമെടുത്ത് ഒരു മാറ്റത്തിന് നമ്മൾ മാറ്റം വയ്ക്കും. ഈ ദുനിയാവിലുള്ള ജീവിതം ഏതു സമയവും അവസാനിക്കുമെന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ്. സലഫു സാലിഹ്യങ്ങളായ ആളുകൾ പറയുന്നുണ്ട്, വമൻ ഖാഫൽ വഈദ് ഖസ്റ അലൈഹിൽ ബഈദ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും അല്ലാഹുവിന്റെ ശിക്ഷകളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവൻ പരലോകത്തിൽ കൊടുക്കുന്ന ശിക്ഷകളെ കുറിച്ച് ആരെങ്കിലും യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം പരലോകം അവന്റെ തൊട്ട് മുമ്പിലുണ്ട് എന്നത് അവന് ബോധ്യപ്പെടുമായിരുന്നു. ആരെങ്കിലും ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ സുദീർഘമാക്കിയിരുന്നുവെങ്കിൽ, ഇനിയും ഈ ദുനിയാവിൽ ഒരുപാട് കാലഘട്ടം ജീവിക്കാമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് ആരെങ്കിലും ജീവിക്കുന്നതെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങൾ തീർത്തും ദുർബലമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഫമാ നദിമ അലൈഹി അഹ്ലുൽ ഖുബൂർ വഅഹ്ലുദ് ദുനിയ അലൈഹി യഖ്തതിലൂൻ. ഖബറിലുള്ള ആളുകൾ, ഖബറിൽ കിടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, അവരിപ്പോൾ ഏതൊരു കാര്യത്തിനാണോ ഖേദിച്ചുകൊണ്ടിരിക്കുന്നത്, ഖബറിൽ കിടക്കുന്ന ആളുകൾ ഇപ്പോൾ ഏതൊരു കാര്യത്തിനാണോ ഖേദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നാൽ ഖബറിന് മുകളിലുള്ള ആളുകൾ അവർ ഖേദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ ഒരുപാടായി കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അവർ ദുനിയാവിലെ കാര്യത്തെക്കുറിച്ച്, നഷ്ടബോധത്തെക്കുറിച്ച് ഖബറിൽ കിടന്ന് വിഷമിക്കുന്നുവെങ്കിൽ, ഖബറിന് മുകളിൽ ജീവിക്കുന്ന ആളുകൾ ആ ദുനിയാവിലെ ഇഷ്ടങ്ങളും കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതത്തിൽ അധിക സമയവും ചെലവഴിക്കുന്നത് എന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുൻ ഫി ദുനിയ കഅന്നക ഖരീബുൻ ഔ ആദിൽ സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്, സുദീർഘമായ ഒരു യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനെ പോലെ. ആ യാത്രയിലെ ഒരു വിശ്രമ കേന്ദ്രം മാത്രമാണ് ഈ ദുനിയാവ്. പരലോകത്തേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. ആ യാത്രയിലെ ഒരു ചെറിയ വിശ്രമ കേന്ദ്രം മാത്രമാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത്. ആ ദുനിയാവിൽ ആ വിശ്രമ കേന്ദ്രം ശാശ്വതമാണ് എന്നുള്ളത് ആരും വിചാരിക്കരുത്. അത് വളരെ കുറച്ചൊരു സമയം മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എപ്പോഴും തന്റെ മനസ്സിനെ ഓർമ്മപ്പെടുത്തിയത്, ഇദാ
നീ നിന്റെ ജീവിതത്തിൽ വൈകുന്നേരങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു പുലരിയെ നീ പ്രതീക്ഷിക്കരുത്, നീ കാത്തിരിക്കരുത്. നീ ഒരു വൈകുന്നേരത്തേക്ക് നീ എത്തിക്കഴിഞ്ഞാൽ, നിന്റെ ജീവിതം എത്തിക്കഴിഞ്ഞാൽ നേരം വെളുക്കുമെന്നത് നിന്റെ മനസ്സിൽ നീ പ്രതീക്ഷ കൊടുക്കരുത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നീ ഒരു പുലരിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു വൈകുന്നേരത്തെ നീ പ്രതീക്ഷിക്കരുത്. അതിനിടയിൽ നിന്റെ ജീവിതത്തിൽ മരണമുണ്ട്. ആ മരണത്തെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം സദാ നീ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. ഏതു സമയവും നിന്റെ മരണം പിടിപെടും. അതിന് ഭയമില്ല. അതിന് പണക്കാരനാണെന്നോ പാവപ്പെട്ടവനാണോ എന്ന പ്രശ്നമില്ല. വെളുത്തവനാണെന്നോ കറുത്തവനാണോ എന്ന പ്രശ്നം അതിലില്ല. നീ പ്രയാസപ്പെടുന്നവനാണോ, സന്തോഷിക്കുന്നവനാണോ, ദുഃഖിക്കുന്നവനാണോ എന്ന പ്രശ്നം മരണത്തിലില്ല. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ആ മരണം വരും. ഈ ആയത്ത് നമ്മുടെ മനസ്സിൽ മായാതെ എന്നും ഓർക്കപ്പെടേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവന്റെ ദീനിനെ മനസ്സിലാക്കി മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് ഈ ദുനിയാവിലെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും കുറിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലത് മാത്രം പറയാൻ, നല്ലത് മാത്രം ചിന്തിക്കുവാൻ, നല്ലത് മാത്രം മനസ്സിലാക്കുവാനുള്ള കഴിവും പ്രാപ്തിയും നൽകി അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുട്ടികൾ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലായി കഴിഞ്ഞു പോയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ നടത്താനുള്ള ഒരു സന്മനസ്സ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, കുടുംബക്കാർ, അയൽവാസികൾ, പണ്ഡിതന്മാർ, അവരുടെ എല്ലാവരുടെയും കബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ.